1500 രൂപയുടെ കൂപ്പൺ എടുത്താൽ 3300 സ്ക്വയർ ഫീറ്റ് വീടും 26 സെന്റ് സ്ഥലവും സമ്മാനം. കണ്ണൂർ കേളകം സ്വദേശിയായ പ്രവാസിയാണ് കടം വീട്ടാൻ സമ്മാന കൂപ്പണുമായി രംഗത്തിറങ്ങിയത്. കേരളത്തിലും വിദേശത്തും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ സമ്മാന കൂപ്പൺ എടുത്തു. സംഭവം കേരള ലോട്ടറി വകുപ്പ് അറിഞ്ഞതോടെ പ്രവാസിക്ക് പിടിവീണിരിക്കുന്നു. കേസിൽ കേളകം സ്വദേശി ബെന്നിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാങ്കിലെ വായ്പ അടയ്ക്കാനും ഭാര്യയുടെ ചികിത്സയ്ക്കും വേണ്ടിയാണ് ബെന്നി ഭാഗ്യപരീക്ഷണത്തിനിറങ്ങിയത്. ലോട്ടറി വകുപ്പിന്റെ ഇടപെടലിനെ തുടർന്നാണ് പോലീസിന്റെ നടപടി. ബാങ്കിൽ നിന്നും വായ്പയായി എടുത്ത തുക തിരിച്ചടയ്ക്കാനായിരുന്നു ലോട്ടറി മാതൃകയിൽ നിയമവിരുദ്ധമായുള്ള നറുക്കെടുപ്പിന് ബെന്നി നീക്കം നടത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ലോട്ടറി വകുപ്പിന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ദീർഘനാളായി വിദേശത്തായിരുന്ന ബെന്നി ബിസിനസ് തകർന്നതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. ഇതിനിടെ ഭാര്യ രോഗബാധിതയായതോടെ കടബാധ്യത കൂടി. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വീടും സ്ഥലവും ഈടായി നൽകിയെടുത്ത 85 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനാണ് ആളുകളിൽ നിന്ന് പണം സമാഹരിച്ചുകൊണ്ടുള്ള സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ആസൂത്രണം ചെയ്തത്. ഇതിനായി 1500 രൂപ നിരക്കിൽ 10000 കൂപ്പൺ അച്ചടിച്ചു. കേരളത്തിലും വിദേശത്തും ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് പദ്ധതിയിൽ അംഗമായത്. ഒന്നാം സമ്മാനമായി 26 സെന്റ് സ്ഥലവും 3300 സ്ക്വയർ ഫീറ്റ് വീടുമായിരുന്നു വാഗ്ദാനം. തുടർന്ന് 2, 3, 4 വിജയികൾക്ക് യഥാക്രമം യൂസ്ഡ് ഥാർ ജീപ്പ്, കാർ, ബുള്ളറ്റ് എന്നിവയും ഉറപ്പു നൽകി. ഏതാനും മാസങ്ങൾ കൊണ്ട് 9000-ഓളം കൂപ്പണുകൾ വിൽക്കാനായി. കടം തീർത്ത ശേഷം ബാക്കിയുള്ള പണത്തിന് ചെറിയൊരു വീട് വാങ്ങി താമസം മാറാനായിരുന്നു ബെന്നിയുടെ തീരുമാനം. കൂപ്പൺ വിറ്റ പണം കൊണ്ട് അടിയന്തരമായി തീർക്കേണ്ട ബാധ്യതകൾ തീർത്തതായും ബെന്നി പറയുന്നു. ആദ്യം ഇത് തുടങ്ങിയത് മാർച്ച് മാസം ലാസ്റ്റാണ്. അന്നേരം ഇതിന്റെ വെരിഫിക്കേഷനായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വിളിച്ച് അന്വേഷിക്കുകയും ഇത് ജെന്യുവൻ ആണോ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു. അവരതിന് അനുമതി പോലെ ഓക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോയത്. അതിന്റെ ശേഷം ക്രൈംബ്രാഞ്ചിൽ നിന്നും പിന്നെ ഈ സ്റ്റേഷനിൽ നിന്നും എല്ലാം വിളിച്ച് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം എന്നോട് മേടിച്ചിരുന്നു. അതെല്ലാം കൂടിയാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഇത്രത്തോടെ എത്തിച്ചത്. ഈ മാസം 20-നായിരുന്നു നറുക്കെടുപ്പ് തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച വാർത്ത പ്രാദേശിക ചാനൽ സംപ്രേഷണം ചെയ്തതോടെയാണ് അനധികൃത നറുക്കെടുപ്പ് കേരള ലോട്ടറി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസിൽ പരാതിയും നൽകി. ലോട്ടറി നിയമങ്ങളുടെ ലംഘനമാണ് കൂപ്പൺ പദ്ധതി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് നറുക്കെടുപ്പ് തടഞ്ഞത്. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രതിയുടെ വീട്ടിലെത്തിയ കേളകം പോലീസ് നിരവധി സമ്മാന കൂപ്പണുകളും കൗണ്ടർ ഫോയിലുകളും പിടിച്ചെടുത്തിരുന്നു. തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ.